ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, ഇന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ സമാധാനത്തോടെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ആശങ്കകളും ഭാരങ്ങളും നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, ഈ വിശുദ്ധ നോമ്പ് ദിനത്തിൽ അല്പനേരം ദൈവവചനവുമായി നമുക്കൊരുമിച്ച് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഈ വാക്യത്തെ പറ്റി ഇന്നത്തെ നമ്മുടെ വിശുദ്ധ നോമ്പ് ദിനത്തിൽ നമുക്ക് ധ്യാനിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. ആമേൻ. അങ്ങനെയാണ് ഈ തിരുവചനം നമ്മോട് പറയുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ് ഈ ധ്യാനവാക്യത്തിൻ്റെ ആദ്യം തന്നെ നാം കാണുന്നത്. ആ ഒരു ആശങ്കയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദൈവമക്കളെ, ഇന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്നുള്ളത് ആശങ്ക നിറഞ്ഞ ഒരു ജീവിതത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നാളത്തെക്കുറിച്ചുള്ള ഭയം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മെ ചുറ്റിപ്പറ്റി വളരെയധികം പ്രശ്നങ്ങളുടെ ആശങ്കകളുടെ നടുവിലാണ് നാം ഇന്നായിരിക്കുന്നത്. എന്നാൽ സത്യവേദ പുസ്തകം നമ്മോട് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതോ എന്നാണ്. ഇത് മനുഷ്യനാൽ അസാധ്യകരമായ ഒരു ദൈവിക കൽപ്പനയല്ല. ഇത് ദൈവത്തിങ്കലേക്കുള്ള വിശ്വാസത്തിൻ്റെ ക്ഷണമാണ്. പ്രിയ ദൈവമക്കളെ, ഇത് യേശു തമ്പുരാന്റെ ഒരു ഉപദേശമാണ്. യേശു തമ്പുരാൻ പറയുന്നു, നാളെയെക്കുറിച്ച് ആശങ്കപ്പെടരുത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ പറയുന്നത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ എന്നാണ്. പക്ഷികളെ നോക്കൂ, ദൈവം അവയെ പോറ്റുന്നു. പൂക്കളെ നോക്കൂ, ദൈവം അവയെ അലങ്കരിച്ചിരിക്കുന്നു മനോഹരമായി. നാം ദൈവത്തിന്റെ മക്കളല്ലേ? അതിനാൽ ആശങ്ക എന്നത് വിശ്വാസത്തിന്റെ അഭാവമാകുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലുമെന്നാണ്. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമതായി, പ്രാർത്ഥന ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുന്ന ഒന്നാണ്. രണ്ടാമതായി, അപേക്ഷ. അത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവം മുൻപാകെ സമർപ്പിക്കുന്ന ഒന്നാണ്. മൂന്നാമതായി, സ്തോത്രം, നന്ദി പറയുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഈ വിശുദ്ധ നോമ്പിലൂടെ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കണം. എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീനെന്നാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം കാണുന്നത്. പ്രിയ ദൈവമക്കളെ, സ്തോത്രത്തിന് ഒരു വലിയ രഹസ്യമുണ്ട്. പ്രാർത്ഥനകളിൽ ഏറ്റവും ശക്തമായ ഭാഗമെന്ന് പറയുന്നത് സ്തോത്രമാണ്. സ്തോത്രമെന്ന യാഗമർപ്പിപ്പീനെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ ഏതു പ്രശ്നങ്ങളുടെ ഇടയിലും പ്രതിസന്ധികൾക്കിടയിലും നന്ദി പറയുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാക്കിയെടുക്കുവാൻ സാധിക്കണം. വേദനകൾക്കിടയിലും ദൈവത്തെ സ്തുതിക്കുക,
എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടമെന്നാണ് 1 തെസ്സലോനിക്കർ 5-18 നാം കാണുന്നത്. സ്തോത്രമെന്ന യാഗം നമ്മുടെ മനസ്സിനെ മാറ്റുന്നു. നമ്മുടെ മനസ്സിന്റെ ആശങ്കകളെ, നമ്മുടെ മനസ്സിന്റെ ആകുലതകളെ അത് സമാധാനമായി മാറ്റും. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കുമെന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-7 കാണുന്നത്. ഈ സമാധാനം മാനുഷിക ബുദ്ധിക്ക് അതീതമാണ്. സാഹചര്യങ്ങളെ അത് ആശ്രയിക്കുന്ന ഒന്നല്ല. ഇത് ദൈവത്തിൽ നിന്നുള്ള സമാധാനമാണ്, പ്രിയ ദൈവമക്കളെ. അപ്പോൾ ഇവ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് ചോദിച്ചാൽ, വിശേഷാൽ ഈ വിശുദ്ധ വലിയ നോമ്പ് ദിനങ്ങളായ ഈ സമയത്തും തുടർന്നുള്ള ജീവിത സമയങ്ങളിലും സാഹചര്യങ്ങളിലും ഇന്നു മുതൽ ആശങ്ക വന്നാൽ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ദൈവ തിരുമുൻപാകെ വന്നു പറയുക. എത്ര വലിയ ഭയത്തിൻ്റെ മധ്യത്തിലും സ്തോത്രം ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകുക. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ ആശങ്കകളും ഭയങ്ങളും ഇപ്പോൾ നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതോ എന്ന് ഞങ്ങളോട് അരുളി ചെയ്ത നിന്റെ വചനത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ തമ്പുരാനെ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥനയിലും അപേക്ഷയിലും സ്തോത്രത്തിലും നിലനിൽക്കുന്ന ജീവിതം തമ്പുരാനെ അടിയങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ അറിയുന്നവനാകിയാൽ അവയെല്ലാം നിന്റെ ഇഷ്ടപ്രകാരം നിറവേറ്റപ്പെടണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും നിന്റെ സമാധാനം നിറയ്ക്കണമേ. എല്ലാ സാഹചര്യങ്ങളിലും നിനക്ക് നന്ദി പറയുവാൻ തമ്പുരാനെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ വിശുദ്ധ നോമ്പ് ദിനത്തിൽ ഈ ധ്യാന ചിന്ത കേൾക്കുവാനും ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും ഞങ്ങൾക്ക് നിന്റെ കൃപ നൽകിയതിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വരുവാനിരിക്കുന്ന ദിവസങ്ങളിലും ഞങ്ങളെ നിന്റെ സന്നിധിയിൽ നിലനിർത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.